പ്രിയപ്പെട്ട സഹോദരിമാരെ, ശ്രദ്ധിച്ചോളൂ. വളരെ പ്രധാനമായി ചിന്തിക്കാനുള്ളത്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു നിലക്കും തന്നെ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. കഴിവിലൊതുങ്ങാത്ത കാര്യങ്ങൾ ഭർത്താവിനോട് നിർബന്ധിക്കാൻ പാടില്ല. ബാധ്യതകൾ വേറെ കുറെ പറയാനുണ്ട്, പക്ഷെ ഒന്നാം നമ്പറായിട്ട് എടുക്കുകയാണ്. ഭർത്താവിനെ കഴിവിലൊതുങ്ങാത്തത് പറഞ്ഞ് നിർബന്ധിക്കരുത്. അയൽക്കാരനായ മുതലാളിയായ ഒരു ഭർത്താവ് അയാളുടെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കുന്ന സുഖസൗകര്യങ്ങള് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സാധാരണക്കാരന്റെ ഭാര്യ ഒരു കാരണവശാലും നിർബന്ധിക്കാൻ പാടില്ല. അവളുടുത്ത സാരി കണ്ടില്ലേ, അവളിട്ട പർദ്ദ കണ്ടില്ലേ, അവരുടെ വീട് കണ്ടില്ലേ, നിങ്ങൾ എന്തു നോക്കി നിൽക്കാം? ഒരിക്കലും ഒരു ഭാര്യ ഒരു ഭർത്താവിനോട് ഇത് ചോദിച്ചു പോകരുത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഭർത്താവിന്റെ കപ്പാസിറ്റി എത്രയാണോ അങ്ങനെയാണ് ജീവിച്ചു പഠിക്കേണ്ടത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ഖനാഅത്ത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നത് ആണായാലും പെണ്ണായാലും ജീവിതത്തിൽ ശീലിച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് പഠിക്കണം. ഒരിക്കലും കഴിവിലപ്പുറത്തുള്ള കാര്യങ്ങൾ നിർബന്ധിക്കരുത്. ആവശ്യത്തിലധികം ചോദിക്കരുത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് മുന്നോട്ടു പോകുന്ന ദമ്പതികൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും, യാതൊരു സംശയവുമില്ല. വളരെ ചെറിയ വരുമാനമുള്ളവന്റെ ഭാര്യ ഉള്ളത് കൊടുത്ത് സന്തോഷത്തോടെ കഴിയുമ്പോൾ ആ ഭർത്താവിന് ഭാര്യയോട് മതിപ്പ് കൂടും. ഒരു ലെവൽ, അതാണ് ജീവിതത്തിനുള്ളതെങ്കിൽ അതെന്നും നിലനിൽക്കും. പലരുണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ കഴിവിലപ്പുറം ഭാര്യമാര് നിർബന്ധിക്കുകയും അതിനനുസരിച്ച് ഭർത്താക്കന്മാരങ്ങ് കുഞ്ഞാപ്പുവാവുകയും ചെയ്താൽ പിന്നെ പലപ്പോഴും അത് അങ്ങേ അറ്റത്തേക്ക് എത്തിക്കാൻ പറ്റാറില്ല, അടുത്ത എൻഡിലേക്ക് എത്തിക്കാൻ പറ്റാറില്ല. ഇടയ്ക്കെവിടെയോ ബന്ധം പൊട്ടിപ്പോകും. അല്ലെങ്കിൽ അതിലേറെ സുഖസൗകര്യങ്ങൾ തേടി അവൾ എപ്പോഴെങ്കിലും നിന്നെ വിട്ടു ചാടും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ആദ്യം മുതലേ ജീവിതത്തിൽ പഠിപ്പിക്കണം. ഒരേ ലെവലിലുള്ള ജീവിതം എന്നും ഒത്തുപോകുന്ന ഒരു ജീവിതം. എന്നാൽ ഇല്ലാത്തപ്പോൾ കഷ്ടപ്പെട്ടു ജീവിച്ച ഭാര്യ, ആ ഭാര്യ നീ സാമ്പത്തികമായി മെച്ചപ്പെട്ടതിന്റെ ശേഷവും അതേ ജീവിതത്തിൽ തന്നെ അവളെ ദുരിതം അനുഭവിപ്പിക്കരുത്. ഉള്ളതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരണം. കാലോചിതമായ മാറ്റങ്ങൾ ആവശ്യമാണ്. അതൊക്കെ ഉണ്ടാവണം. ഇതെന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ പലപ്പോഴും വീട്ടിലെ അമ്മായിയുമ്മമാര് കുശുമ്പ് കാണിക്കാറുണ്ട്. പലപ്പോഴും കുശുമ്പ് കാണിക്കാറുണ്ട്. എന്താ കാരണം? 8 മാസം ഗർഭമുള്ള പെണ്ണ്, ആ പെണ്ണ് വാഹനം പിടിച്ചു വന്ന് വീട്ടിന്റെ മുറ്റത്തിറങ്ങുമ്പോ, ഞാൻ 10 മാസം ഗർഭമുള്ളപ്പോ 4-5 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് നടന്നു വന്നാണ് ഞാൻ എന്റെ കുഞ്ഞിനെ പ്രസവിച്ചത് എന്ന് ഉമ്മ പറയാൻ പാടില്ല. കാലോചിതമായ മാറ്റങ്ങളുണ്ട്. കാരണം ആ ഉമ്മയും ഇന്ന് നടക്കാൻ തയ്യാറല്ല. പലപ്പോഴും പഴയ കാലത്തുള്ള ഞെരുങ്ങിയ ജീവിതം ശീലിച്ച ഉമ്മമാര്, ഒരു വീട്ടിൽ ഒരു മകൾ ത്വലാഖ് ചൊല്ലപ്പെട്ടതിന്റെ കാരണം ആ മകളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആ ഉമ്മയുടെ മകൻ, സ്വന്തം മകൻ എന്നോട് പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ഭാര്യ രാത്രി സമയത്ത് ബ്രഷ് ചെയ്യാൻ വേണ്ടി പേസ്റ്റ് എടുക്കുമ്പോ അതിലേക്ക് വന്ന് എത്തി നോക്കിയിട്ട് അത് കൂടുതൽ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി ആ മരുമകളെ തീർപ്പിച്ചു കളഞ്ഞ കഥയുണ്ട്. ഇത്രമാത്രം തരം താണു പോകാൻ പാടില്ല ഉമ്മമാർ. അവര് ജീവിച്ചതുപോലെ പ്രയാസപ്പെട്ട് ജീവിക്കണമെന്ന് പറയരുത്. കാലോചിതമായ മാറ്റങ്ങൾ, എല്ലാവരിലുമുള്ള മാറ്റങ്ങൾ അത് നമ്മളിലും ഉണ്ടാവണം. അത് പൊരുത്തപ്പെടാൻ ഉമ്മമാർക്കും ഉപ്പമാർക്കും സാധിക്കുകയും വേണം. എന്റെ ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെയാ ജീവിച്ചത്, അതുകൊണ്ട് ഇവളും അങ്ങനെ കഴിയട്ടെ എന്ന ഒരു ചിന്ത ഉണ്ടാവാനേ പാടില്ല. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാൻ തന്നെ പാടില്ല. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞത് കഴിവിൽ ഒതുങ്ങാത്തത് നിർബന്ധിക്കരുതെന്നും ഭർത്താവിന്റെ നട്ടലൊടിക്കുന്ന രൂപത്തില് ഭർത്താവിനെ പ്രയാസപ്പെടുത്തരുതെന്നുമാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത്യാഗ്രഹം, തികയായ്മ, ഇത് ദമ്പതികൾക്ക് ഇടയിലുള്ള സ്നേഹത്തിനും അനുരാഗത്തിനും ബ്രേക്കിടും, യാതൊരു സംശയവും വേണ്ട. അതേസമയം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുമ്പോഴോ സ്നേഹം വർദ്ധിക്കും, അല്ലെങ്കിൽ നീരസം ഉളവാക്കും.
എങ്ങനെയെങ്കിലും എന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കണം, കിട്ടിയാ തികയാത്ത എന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കണമെന്ന് കരുതി അവളെ സന്തോഷിപ്പിക്കാനുള്ള വക എന്റെ കയ്യിലില്ല. അപ്പോഴാണ് ഹറാമായത് ശേഖരിക്കാൻ ഇറങ്ങണമെന്ന് ഭർത്താവിന് തോന്നുക. ഹറാമായത് ശേഖരിക്കാൻ അപ്പൊ അയാൾ കക്കാൻ പോകും, മോഷ്ടിക്കാൻ പോകും. കാരണം മക്കളെയും കുട്ടികളെയും കുട്ടികളെയും പോറ്റണമെങ്കിൽ ഞാൻ അധ്വാനിച്ചിട്ട് കിട്ടിയതുകൊണ്ട് കഴിയൂല. അപ്പൊ അയാൾ ആലോചിക്കും, കുറുക്കുവഴിയിലൂടെ മുതലാളിയാകാൻ എന്താ മാർഗം? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒറ്റ കഥ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. ഒരു സൂഫിയുടെ ഭാര്യ എന്നും ഇയാള് പണിയായുധവുമെടുത്ത് മുറ്റത്തിറങ്ങുമ്പോ ഇയാളുടെ മുമ്പിൽ വന്നിട്ട് പറയത്രേ, പൊന്നു ഭർത്താവേ, നിങ്ങൾ പോകുന്നത് എങ്ങോട്ടാ? എനിക്കും മക്കൾക്കും ഇന്ന് അരിയൊപ്പിക്കാൻ വേണ്ടി പോവുകയാണ്, ഇന്നേക്കുള്ള അരിയൊപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അതെ, എന്നാ നിങ്ങളോടൊരു ചെറിയ വസിയത്ത് പറയാനുണ്ട്. ഇയ്യാക വകസ്ബൽ ഹറാം. ഇതാ, ഒരു കാരണവശാലും നിങ്ങൾ ഹറാമായ ഒരു 5 കാശും നിങ്ങൾ സമ്പാദിക്കരുത്. പണിക്ക് പോകുമ്പോ മുതലാളിയെ പറ്റിക്കരുത്. മുതലാളി കാണുന്നില്ലെങ്കിൽ എത്രയോ സമയം പണിയെടുക്കാതെ കിടന്നുറങ്ങരുത്, വിശ്രമിക്കരുത്. ഹലാലായ രൂപത്തിൽ മാത്രമേ കൂലി വാങ്ങാവൂ. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൊഴിലിന് കച്ചവടത്തിനിറങ്ങുന്നവനാണെങ്കിൽ തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും നടത്തി പൈസയുണ്ടാക്കരുത്. ഇയ്യാക വകസ്ബൽ ഹറാം. ഹറാം ശേഖരിക്കുന്നത് പേടിക്കണേ. എന്താ കാരണം? ഹലാലായത് കിട്ടിയില്ലേ, കയ്യും വീശി ഇങ്ങ് വന്നോളൂ, കാലി കയ്യുമായി ഇങ്ങ് വന്നോളൂ, ഞങ്ങൾ നിങ്ങളെ ശല്യം ചെയ്യൂല. ഒരു പെൺകുട്ടി, ഇവളൊരു പെൺകുട്ടിയാണ്. എന്താ പറയുന്നത്? ഫഇന്നാ നസ്ബിറു അലൽ ളിഖി വൽ ജൂദ് വലാകിന്നാ ലാ നസ്ബിറു അലൻ നാർ. എന്തേ? സുഭിക്ഷമായി കഴിക്കാൻ ആഹാരമുണ്ടാകാതെ വന്നേക്കാം. ഹലാല് കിട്ടിയില്ലെങ്കിൽ വേണ്ടതുപോലെ ഉടുത്തൊരുങ്ങാൻ വസ്ത്രമില്ല, അത്യാവശ്യത്തിനുള്ള വസ്ത്രേ ഉണ്ടാവൂ, പുതിയത് ഇങ്ങനെ മാറ്റിയിറങ്ങാൻ ഉണ്ടാവൂല. മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കാത്ത ചെറിയൊരു വീട്ടിലിരിക്കാം, അമ്പരച്ചുംബികളായ പറക്കാൻ നിൽക്കുന്ന കൊട്ടാരങ്ങൾ ഉണ്ടാവൂല എന്നുള്ളൂ. ഒരു വിഷമവുമില്ല ഭർത്താവേ. ഭർത്താവിനോട് പറയാൻ, അങ്ങനെയൊക്കെ വന്നെങ്കിൽ ഫഇന്നാ നസ്ബിറു അലൽ ളിഖി വൽ ജൂദ്. ഞങ്ങൾക്ക് മണിമാളികകൾ വേണ്ട, വലിയ മേത്തരം ഡ്രസ്സുകൾ വേണ്ട, സൗകര്യങ്ങൾ വേണ്ട, ഞെരുക്കം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയും. ഫഇന്നാ നസ്ബിറു അലൽ ളിഖി വൽ ജൂദ്. പട്ടിണിയും ഞെരുക്കവും കുടുസും എനിക്ക് ക്ഷമിക്കാൻ പറ്റൂ, എനിക്കും എന്റെ മക്കൾക്കും. എന്നാൽ വലാകിന്നാ ലാ നസ്ബിറു അലൻ നാർ. നിങ്ങൾ ഹറാമായത് വെട്ടിപ്പിടിച്ചു കൊണ്ടുവന്ന് എന്റെയും മക്കളുടെയും വയറ്റിലാക്കിയാൽ അതുവഴി ഞങ്ങൾ നരകത്തിൽ പോകും. ഇല്ല, നരകം സഹിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. വഖൈറു മതാഇഹാ അൽ മർഅത്തു സ്വാലിഹ. ഈ മനുഷ്യൻ എത്ര വലിയ ഭാഗ്യവാനാണ്. ഒരു സൂഫിയുടെ ഭാര്യയുടെ കഥയിൽ നമുക്ക് കിതാബിൽ ഇങ്ങനെ ഒരു സംഭവം വായിക്കാൻ പറ്റും. എത്ര നല്ല ഭാഗ്യമാണ്. എന്നാൽ ഇന്നെന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, ഭർത്താവ് വേണ്ടത്ര ഭൗതിക ചുറ്റുപാടുകളെക്കുറിച്ച് വേണ്ടത്ര ബോധമില്ലാത്ത ഒരാളാണെങ്കിൽ ആ ഭർത്താവിന് ഇന്ന് റൂട്ട് തിരിച്ചു കൊടുക്കുന്നത് ലോൺ എടുക്കാനും അവിഹിത ബന്ധങ്ങളിലൂടെ ശേഖരിക്കാനും എന്തെങ്കിലും അവിഹിത മാർഗത്തിലൂടെ ശേഖരിക്കാനും ധനം സമ്പാദിക്കാനും കുറുക്കുവഴിക്ക് മുതലാളിയാവാനും എല്ലാമുള്ള കാര്യങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നത് പെണ്ണാണ്. ഈ ഒരവസ്ഥയിലേക്ക് എത്തിപ്പോകരുത്. ഉള്ളതുകൊണ്ട് സഹിച്ചും പൊരുത്തപ്പെട്ടും ജീവിക്കാൻ പെണ്ണ് പഠിക്കണം. ഇത് തന്നെയാണ് ഒരു പെണ്ണ് ഒരു പുരുഷനോടൊപ്പം കാണിക്കുന്ന ഏറ്റവും നല്ല മര്യാദ. ഒരു നല്ല പെണ്ണാകുന്നതിന്റെ ഒന്നാമത്തെ ലക്ഷണം ഇത് തന്നെയാണ്. നോക്ക് നിങ്ങൾ, ആ മഹദിയുടെ വാക്ക് എത്ര നല്ല വാക്കാണ്. ഭർത്താവിനെ ശല്യം ചെയ്താൽ അത് വലിയ വിഷമം സൃഷ്ടിക്കും. എപ്പോഴും ഭർത്താവിനെ കുറഞ്ഞൊരു പ്രയാസം, ക്ഷീണം ഉണ്ടെങ്കിൽ ആ ക്ഷീണത്തിൽ ഒരിക്കലും പ്രിയപ്പെട്ട സഹോദരി നീ അക്ഷമയാകരുത്. ക്ഷമ വേണം. ക്ഷമ കാണിക്കരുത്, സ്വഭാവദൂഷ്യം കാണിക്കരുത്.
അള്ളാഹുവിന്റെ ഖളാ ആണതിൽ ക്ഷമിക്കണം. ക്ഷമിച്ചേ പറ്റൂ. ഭർത്താവിനെയും കൂടെ ക്ഷമിപ്പിക്കണം. സന്തോഷത്തിലും സന്താപത്തിലും സന്തോഷത്തിലും അതുപോലെ തന്നെ ക്ഷേമാവസ്ഥയിലും ഭർത്താവിനോട് കാണിക്കുന്ന അതേ സന്തോഷവും അവസ്ഥയും അത് തന്നെയാണ്, അതേ പെരുമാറ്റം തന്നെയാണ് ക്ഷാമത്തിലും പ്രയാസത്തിലും തന്റെ പ്രിയപ്പെട്ട സഹോദരി നിന്റെ ഭർത്താവിനോട് നീ കാണിക്കേണ്ടത്. എത്രയോ സഹോദരിമാർ ഇതിനെതിരാണ്, എത്രയോ സഹോദരിമാരെതിരാണ്. ഗൾഫുകാരനായ ഒരു സഹോദരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഉസ്താദേ, ഒരു 55-56 വയസ്സുവരെ ഞാൻ ഗൾഫിൽ നിന്നു. 18 വയസ്സ് പ്രായമുള്ളന്ന് കയറിയതാ. കുറച്ചു കഴിഞ്ഞ് കല്യാണവും കഴിച്ചു. പിന്നെ 50-56 വയസ്സുവരെ ഞാൻ ഗൾഫിൽ നിന്നു. ഞാനൊരു കറവ പശുവായിട്ട് ജീവിച്ചു. ഉള്ള അന്ന് കുടുംബങ്ങൾക്കെല്ലാവർക്കും താല്പര്യം, ഭാര്യന്റെ കുടുംബക്കാർക്കും എന്റെ കുടുംബക്കാർക്കും ഒക്കെ സന്തോഷം. എന്തിനധികം ആ സന്തോഷം ഞാൻ 56 വയസ്സ് പ്രായമായപ്പോ എക്സിറ്റ് അടിച്ച് നാട്ടിൽ വന്നപ്പം പിന്നീട് എനിക്ക് കിട്ടുന്നില്ല. പിന്നെ എനിക്ക് കിട്ടുന്നില്ല. കുടുംബങ്ങൾ എന്നെ ഉപേക്ഷിച്ചു. എന്റെ കുടുംബം ആദ്യം ഉപേക്ഷിച്ചു. ഭാര്യയുടെ കുടുംബങ്ങൾ പതുക്കെ പതുക്കെ അകന്നു. എന്തിനധികം ഉസ്താദേ, ഇന്നെന്നെ എന്റെ കെട്ടോൾക്കും വേണ്ടാത്ത അവസ്ഥയാണ്. അതാണ് ചോരയുണ്ടാകുമ്പോഴേ അത് ഊറ്റിക്കുടിക്കാൻ ചോരയട്ടകൾ ഉണ്ടാകൂ എന്നതൊരു സത്യമാണ്. ചോര തീർന്നാൽ പിന്നെ വേണ്ട. ഈ ഒരവസ്ഥ ഉണ്ടാകരുത്. സഹോദരിമാരെ, ഭർത്താവിന് കുറച്ച് ക്ഷീണം വരുന്നു, പ്രയാസം വരുന്നു, സന്തോഷവും സന്താപവും ഇതൊക്കെ ജീവിതത്തിൽ മാറി മാറി വരുന്ന സംഗതികളാണ്. എന്നും ഒരുപോലെ നിൽക്കൂല മനുഷ്യൻ. ദണ്ടുണ്ടാവും. ഒന്നും ഇല്ലാത്തവർക്ക് കാശുണ്ടാവും ചെയ്യും. എല്ലാ സൗകര്യങ്ങളുടെയും മുകളിൽ പറന്ന് നടന്നു ജീവിച്ചവർക്ക് എല്ലാ സൗകര്യവും നഷ്ടപ്പെട്ട് കുത്തുപാളയെടുക്കേണ്ട ഗതികേടും വരും. രണ്ട് ഘട്ടത്തിലും സന്തോഷപൂർവവും ക്ഷമയോടുകൂടെയും ജീവിക്കാൻ നമ്മൾ പഠിക്കണം. ഒരിക്കലും ഭർത്താവ് ക്ഷീണിക്കുമ്പോ ഭർത്താവിനെ കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല.